കേരള വിഷൻ വരിക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ടെലിവിഷൻ ഓൺ ചെയ്യുമ്പോൾ റിമോട്ടിലെ വോളിയം ഒഴികെ ഏത് ബട്ടൺ അമർത്തിയാലും 24 നിങ്ങൾക്ക് മുന്നിലെത്തും. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് യോഗം ചേരുകയാണ്. ടികോം കമ്പനിക്ക് നഷ്ടപരിഹാരം നൽകുന്നതിൽ പ്രതിപക്ഷം ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളിൽ പാർട്ടി ഇന്ന് നിലപാട് പറയും. പാർട്ടി സമ്മേളനങ്ങളുടെ പുരോഗതിയും യോഗം വിലയിരുത്തും. നമുക്കറിയുമ്പോൾ ദുബായ് ബേസ് ചെയ്തിട്ടുള്ള ടികോം കമ്പനിയാണ് സ്മാർട്ട് സിറ്റി ചുമതല ഏറ്റെടുത്ത്. എന്നാൽ സ്മാർട്ട് സിറ്റി കുറച്ചധികം കാലമായി ഒച്ചിഴയുന്ന വേഗത്തിൽ നീങ്ങുകയായിരുന്നു. നിർമ്മാണം നിലച്ചു. ഇപ്പോൾ ഏറ്റവും അവസാനം കോവിഡ് കാലത്ത് പൂർണ്ണമായും നിലച്ചുപോയി. അത് കഴിഞ്ഞ് സ്മാർട്ട് സിറ്റിയിൽ ഒന്നും സംഭവിച്ചില്ല. സിറ്റി സ്മാർട്ടായില്ല എന്ന് മാത്രമല്ല, പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തു. അവസാനം ടികോം ഇതിൽ നിന്ന് പിന്മാറാൻ തീരുമാനിക്കുന്നു. കുറച്ചധികം കാലമായി സർക്കാരിനോട് ഞങ്ങൾക്കിത് തുടരാൻ കഴിയുന്നില്ല, അപ്പോൾ ഇതിൻ്റെ പിന്നിൽ റിയൽ എസ്റ്റേറ്റ് പരിപാടിയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ രമേശ് ചെന്നിത്തല ഒരു വെടി പൊട്ടിച്ചു. ആ വെടി കേരളത്തിൽ കിടന്ന് തുടർച്ചയായി പൊട്ടുകയാണ്. അതായത് ടികോമിൻ്റെ ഈ സ്മാർട്ട് സിറ്റിയുടെ CEO ആയിരുന്ന ആളെ തന്നെ നഷ്ടപരിഹാരം നൽകാനുള്ള കമ്മിറ്റിയിൽ കൂടി ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണ വിധേയമായിരിക്കുന്നത്. എൻ്റെയൊക്കെ സുഹൃത്തായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം, ബാജി ജോർജ് എന്ന് പറയും. ഞങ്ങളൊക്കെ കോളേജിലൊക്കെ ഒന്നിച്ച് പഠിച്ചതൊക്കെയാണ്. പക്ഷേ ഈ ബാജി ജോർജ് ഒരു കാര്യം പറഞ്ഞതായി മനോരമ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അറിഞ്ഞിട്ടില്ല ഈ കമ്മിറ്റിയിൽ എന്നെ ഇട്ടതെന്നാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ തത്സമയം ചേർന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ കമ്പനിയിലെ കരാർ വ്യവസ്ഥ ആലോചിക്കാതെ അതിനെ അവഗണിച്ച് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ എടുത്ത തീരുമാനം, മന്ത്രിസഭ എടുത്ത തീരുമാനം എന്തുകൊണ്ട് എന്നാണ് നമ്മുടെ അന്വേഷണത്തിന് മനസ്സിലായത്? നമുക്കറിയാം, അതായത് ഈ സിംഗപ്പൂർ മോഡൽ എന്നൊക്കെ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നൊരു പദ്ധതി, ആ പദ്ധതി പാതി വഴി പോലും എത്താതെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. കാലങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി എങ്ങും എത്തുന്നില്ല എന്നുള്ള കാര്യത്തിൽ വലിയ വിമർശനം സംസ്ഥാന സർക്കാർ കേട്ടാണ് അവസാനം ടികോം ഇപ്പോൾ ഔദ്യോഗികമായി സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയും മന്ത്രിസഭാ യോഗം അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തു. ആ തീരുമാനത്തിന് പിന്നാലെ പ്രതിപക്ഷം വലിയ തരത്തിലുള്ള പ്രതിഷേധം അതുമായി ബന്ധപ്പെട്ട് കടുപ്പിക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച ഇപ്പോൾ പറയുന്ന ഒരു കാര്യം, കരാറിൽ വീഴ്ച വരുത്തിയ കമ്പനിക്ക് എന്തിന് നഷ്ടപരിഹാരം നൽകുന്നു എന്ന ചോദ്യം, അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചൊരു പ്രതിസന്ധിയാണ്. അതല്ലെങ്കിൽ അതിന് മറുപടി നൽകുക ഒരു പ്രതിസന്ധിയാണ്. നഷ്ടപരിഹാരം നൽകുന്നതിലും ഭൂമി തിരിച്ചെടുക്കുന്നതിലും ഇതിനോടകം തന്നെ പ്രതിപക്ഷം അഴിമതി ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. സർക്കാരിനെ സംബന്ധിച്ച ഇത്രയും കാലം ടികോം എന്ന് പറയപ്പെടുന്ന കമ്പനി അത് പദ്ധതി പൂർണ്ണ അർത്ഥത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ നഷ്ടപരിഹാര തുക സംബന്ധിച്ച് നേരത്തെ ഉണ്ടായിട്ടുള്ള മുൻധാരണകൾ സംബന്ധിച്ച ചില അവ്യക്തതകൾ തുടരുകയാണെന്നും സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട ടികോമിൻ്റെ പ്രവർത്തനങ്ങൾ അതേതാണ്ട് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനിയുള്ളത് ഇന്നലെ മന്ത്രി P. രാജീവ് പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു കരാർ, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ നിലവിലത്തെ അവസ്ഥകൾ വെച്ച് പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു കരാർ ഇക്കാര്യത്തിൽ കൊണ്ടുവരിക, മറ്റൊരു കമ്പനിയെ കൊണ്ടുവരിക. അപ്പോഴും UAE-യുമായിട്ടുള്ള ബന്ധമടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം സംസ്ഥാനത്തിനുള്ളത്. അതടക്കമുള്ള കാര്യങ്ങൾ ആ രീതിയിൽ നിലനിർത്തുകയും വേണം എന്നുള്ളതും സർക്കാർ ഒരു തീരുമാനമായി ഇപ്പോൾ എടുത്തിരിക്കുന്നു. ഏതായാലും ഇന്നത്തെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ചയാകും. മുൻപും പലപ്പോഴും സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അത് CPM-ന്റെ ഉന്നത കമ്മിറ്റികളിൽ ഉയർന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഒരു ഘട്ടത്തിൽ വഴിവെക്കുകയും ചെയ്തു. പക്ഷേ ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ചയാകുമ്പോൾ ഇനി എങ്ങനെ സ്മാർട്ട് സിറ്റിയുടെ ഭാവി ഏത് രീതിയിൽ അത് കൊണ്ടുപോകണം, അതോ ഈ പദ്ധതിയെ അവസാനിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ, ഇനിയും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ പഴി കേൾക്കേണ്ടി വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കും. ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകുന്ന മറ്റൊരു വിഷയം അത് ഏരിയ സമ്മേളനങ്ങളിൽ ഉയരുന്ന തുടർച്ചയായിട്ടുള്ള വിമർശനങ്ങളാണ്. നമുക്കറിയാം, കൊല്ലം കുലശേഖരപുരത്തടക്കം ഈ വിയോജിപ്പുകൾ, വിഭാഗീയതകൾ അതൊക്കെ പരിധി വിട്ടു പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. മനഃപൂർവ്വം വിവാദത്തിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചു എന്നുള്ള കുറ്റപ്പെടുത്തൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഇന്നുണ്ടാകും. മാത്രവുമല്ല, ജില്ലാ കമ്മിറ്റികളിലേക്ക് കടക്കുമ്പോൾ അത്തരം വിമർശനങ്ങൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ കൂടി ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ഓക്കെ, താങ്ക് യു ഷഫീദ് റാവുത്തർ.